ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 131ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മാങ്ങ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പച്ചമാങ്ങയും കൊണ്ടുള്ള ഒരു രസം ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റ് റെസിപ്പി. അതിൻ്റെ ഒപ്പം മുതിരത്തോരനും പിന്നെ ചിക്കനും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ട് അമ്മ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ ഞാൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമ്മൾ രസം ഉണ്ടാക്കാൻ പോവാണ്. അതിനൊരു പ്രഷർ കുക്കറിൽ മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് 3 വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം. അത് പ്രഷർ കുക്ക് ആവുന്ന സമയം കൊണ്ട് കുറച്ച് കുരുമുളകും ജീരകവും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നന്നായി തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. മാങ്ങ വെന്തതിന് ശേഷം അതിനെ മിക്സിയിലിട്ടൊന്ന് പ്യൂറി ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ആദ്യം പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിന് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഞാൻ പാനിയാക്കി വെച്ചതാണ് ചേർക്കണം, അല്ലെങ്കിൽ ശർക്കര പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകും ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു തിളയും കൂടി ഇത് നന്നായിട്ട് വന്നോട്ടെ. അതുവരെ നമുക്ക് അടുപ്പത്ത് തന്നെ വെക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വറുത്തിടുകയാണ്. അപ്പോൾ വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, മുളക്, കായ്പ്പൊടി, കരിവേപ്പില ഇത്രയും കൂടി വറുത്ത് അതിന് മുകളിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള രസം റെഡിയാണ്. അപ്പോൾ മാങ്ങയ്ക്ക് ലേശം പുളി ഉണ്ടെന്നുള്ളത് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. അടുത്ത മുതിരത്തോരനാണ്. അതിന് മുതിര ഞാൻ നേരത്തെ തന്നെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കുക. മുതിരയിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക്. അത് കഴിയുമ്പോൾ തേങ്ങയും ചുവന്നമുളകും വെളുത്തുള്ളി, ചെറിയുള്ളി, കരിവേപ്പില ഇത്രയും കുറച്ച് ജീരകവും ഇത്രയും ചതച്ചെടുത്ത മിക്സാണിത്. അത് നമ്മൾ മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്കും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത നമ്മുടെ മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഈ 2 റെസിപ്പിയും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചിക്കൻ്റെ റെസിപ്പി വേണമെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.